ഒരു ചിന്താഗതി മാറ്റും. അള്ളാഹു നമ്മുടെ മെഹബൂബാണ്, അള്ളാഹുവിന് നമ്മളും മെഹബൂബാണ്. നരകല്ലേ ഉണ്ട്, സ്വർഗം ഉണ്ട്. സ്വർഗം വലിയ വിഷയമല്ലേ? ആണ്. നരകം വലിയ ഗൗരവല്ലേ? അതുമാണ്. എനിക്കത് രണ്ടും ബാധകാവില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്കിടയിലെ ബന്ധം മഹബത്താണ്. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അത് മഹബത്താണ്. ഈമാന്റെ അടിത്തറ മഹബത്താണ്. എന്തല്ല, നരകത്തിനെ പേടിയല്ല. നരകം സ്വർഗം എന്ന് പറയുന്നത് ഒരു പരിധിയിലുള്ള സംഗതിയാണ്. പക്ഷെ അള്ളാഹുവിന് നമ്മുടെ ബന്ധത്തിന് യാതൊരു പരിധിയുമില്ല. ഇനി ഒരു പ്രശ്നോടെ വാക്യോ പറയാം, നല്ലവണ്ണം ചിന്തിക്കുക. ഈമാന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹബത്താണ്. നമ്മളെല്ലാം നിസ്കരിപ്പിച്ചതും നോമ്പൊൽപ്പിച്ചതും എല്ലാം മഹബത്ത് എന്ന അടിത്തറയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഞാൻ ഈ നോമ്പിനും അതിന് തൊട്ടടുത്തൊക്കെ ഈ പറഞ്ഞ ക്ലാസിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ പറയുന്നത്. നരകത്തിനെ ഭയപ്പെട്ട് നമ്മൾ അല്ലാഹുവിന് വഴിപ്പെടാൻ തുനിഞ്ഞാൽ ഏത് സമയവും നമ്മൾ പൊട്ടി പുറത്തു പോകും. അതാണ് പ്രശ്നം. എന്നാൽ നരകം ഒരു പ്രശ്നമല്ലേ? പ്രശ്നമാണ്. എന്നാൽ പ്രശ്നം അല്ല. അതിന് രണ്ട് തരം ലോജിക്കാണുള്ളത്. അള്ളാഹു അതിനെക്കുറിച്ച് നിന്നെ ഭയപ്പെടുത്തി, അപ്പോൾ നീ ഭയപ്പെട്ടു. രണ്ടാമത്തെ ലോജിക്ക്, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടവൾ നിന്റെ മെഹബൂബ് നിനക്ക് വിഷമമുള്ള ഒന്നും നൽകില്ല എന്ന് നിനക്ക് ഉറപ്പായി. ഈ ലോജിക്കാണ് യഥാർത്ഥ ലോജിക്ക്. നരകത്തിന് ഭയമില്ലേ? ഉണ്ട്. എന്തുകൊണ്ട് ഭയമുണ്ട്? നരകത്തെ അള്ളാഹു ഭയപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് ഭയമുണ്ട്. എന്നാൽ അള്ളാഹു നിന്റെ മെഹബൂബാണ്. നിന്റെ മെഹബൂബ് നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം കൊണ്ടും ഇടപെടില്ല. അപ്പോൾ ഒരു പോയിന്റ് ബാക്കിയോ? വളരെ ചിന്തിക്കണം. നരകത്തെ ഭയപ്പെട്ട ഒരാൾ അള്ളാഹുവിലേക്ക് നോക്കൂല. അത് നമുക്കൊക്കെ പറ്റിയ ഒരു ദുരന്തമാണ്. നരകത്തെ ഭയപ്പെട്ടു, പിന്നെ നരകത്തിലേക്ക് നോക്കുക. സ്വർഗത്തെ ഇഷ്ടപ്പെട്ടു, സ്വർഗത്തിലേക്ക് നോക്കുക. അതവൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ മെഹബൂബിന് നമ്മെ ഭയപ്പെടുത്തി പറയാനും കൊതിപ്പിച്ച് പറയാനും അവകാശമുണ്ട്. രണ്ടിനും അവകാശമുണ്ട്. ഭയപ്പെടുത്തി പറയാനും അവകാശമുണ്ട്, കൊതിപ്പിച്ച് പറയാനും അവകാശമുണ്ട്. ഒരു മോശത്തരം ഇഷ്ടപ്പെട്ട ഭാര്യയോട് കാണിച്ചപ്പോൾ അവൾക്ക് പറയാം, ഈ ജാതി കളികൾ ചഞ്ഞാൻ പോവും, പിന്നെ വരില്ലട്ടോ എന്ന് പറയാൻ അവൾക്ക് അവകാശം. ഈ ജാതി കളി കളിച്ചാൽ ഞാൻ പോകും, പിന്നെ വരില്ലട്ടോ എന്ന് പറയാൻ അവൾക്കൊരു അവകാശം. അതുമേൽ നീ ഭയപ്പെടുകയും ചെയ്യും. പക്ഷെ ആ ഭയപ്പെടലിനേക്കാൾ നിനക്ക് പ്രശ്നം എന്താണ്? നിനക്ക് അവളെ ഇഷ്ടം, അവൾക്ക് നിന്നെയും ഇഷ്ടം. അപ്പോൾ നിന്നെ വിട്ട് പോകൂല എന്നൊരു ഉറപ്പും നിനക്കുണ്ട്. എന്തുകൊണ്ട്? ഇതിൻ്റെ അപ്പുറത്തൊരു ഇഷ്ടം നിങ്ങൾക്കിടയിലുണ്ട്. ഞാൻ കളിച്ചാൽ ഞാൻ പോകും കേട്ടോ എന്ന് അവൾക്ക് പറയാം. പക്ഷെ നിനക്ക് അവളെ വല്ലാത്ത ഇഷ്ടം, അവൾക്ക് നിന്നെയും ഇഷ്ടം. അപ്പോൾ എന്നെ വിട്ട് പോകാൻ അവൾക്ക് കഴിയില്ല എന്നും നിനക്കുറപ്പുണ്ട്. അപ്പോൾ പിന്നെ ഈ ഭയം എന്നത് പറഞ്ഞൂടെ? പറയാ. പക്ഷെ അതിനേക്കാൾ വലിയ സംഗതി, അവൾ നിന്നെ വിട്ടുപോകില്ല എന്ന നിന്റെ ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ കളിച്ചാൽ ഞാൻ പോകും കേട്ടോ എന്നതൊരു വാക്ക് മാത്രം. ആ വാക്കിൻ്റെ പുറത്തൊരു പരിധി വിട്ട പേടിയൊന്നും നിനക്കില്ല. എന്തുകൊണ്ട്? നിനക്ക് ഇപ്പുറത്ത് ഇങ്ങനൊരു ഉറപ്പുണ്ട്. എന്തുകൊണ്ട്? അവൾ പോകാതിരിക്കാൻ വേണ്ടി മാത്രം നീ അവളെ
അവൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു കൊടുത്താൽ അവിടെ മഹബൂബത്ത് എന്ന് പറയില്ല, എൻ്റെ പ്രേമഭാചനം എന്ന് പറയില്ല, എന്നെ പേടിപ്പിച്ച ആൾ എന്നേ പറയും. ഒരൊറ്റ സ്റ്റേജ് കൊണ്ട് നമുക്ക് അവിടേക്ക് കയറാം. ഒറ്റ സ്റ്റേജ് കൊണ്ട് കയറാം. ഈ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കയറാം. ഒന്ന് ചിന്താഗതി മാറ്റാം. പിന്നെ ഒരു പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു പണിയോടെ കിടക്കുന്നുണ്ട്, ആ പണി ഞാൻ പറഞ്ഞുതരാം. ഒരു ചിന്താഗതി മാറ്റാം. അള്ളാഹു നമ്മുടെ മെഹബൂബാണ്, അള്ളാഹുവിന് നമ്മളും മെഹബൂബാണ്. നരകല്ലേ ഉണ്ട്, സ്വർഗണ്ടോ ഉണ്ട്. സ്വർഗം വലിയ വിഷയമല്ലേ ആണ്, നരകം വലിയ ഗൗരവല്ലേ അതുമാണ്. എനിക്കത് രണ്ടും ബാധകാവില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്കിടയിലെ ബന്ധം മഹബത്താണ്. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അത് മഹബത്താണ്. ഈമാന്റെ അടിത്തറ മഹബത്താണ്. എന്തല്ല, നരകത്തിനെ പേടിയല്ല. നരകം സ്വർഗം എന്ന് പറയുന്നത് ഒരു പരിധിയിലുള്ള സംഗതിയാണ്. പക്ഷെ അള്ളാഹുവിന് നമ്മുടെ ബന്ധത്തിന് യാതൊരു പരിധിയുമില്ല. ഇനി ഒരു പ്രശ്നോടെ വാക്യോ പറയാം, നല്ലവണ്ണം ചിന്തിക്കുക. ഇപ്പൊ നോമ്പ് കഴിഞ്ഞു, നരകത്തെ ഭയപ്പെട്ടവൻ തെറ്റ് തുടങ്ങി. കാരണം ഈ റമദാനിൽ മുഴുവനും അവൻ പൊട്ടിക്കരഞ്ഞു, നരകത്തിനെ ഒഴിവാക്കി, സ്വർഗവും ഉറപ്പിച്ചു. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് എത്ര തവണയാ പറഞ്ഞ് കണക്കില്ല. അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനായതുകൊണ്ട് എത്ര വട്ട മാപ്പ് ചോദിച്ചത്, മാപ്പ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്നവൻ ഊട്ടിയിലാണ്. മിനിഞ്ഞാന്ന് പെരുന്നാളിൽ കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ പോയി ലേശം ചോറ് അവിടുന്ന് കഴിച്ച് അവളെ വീട്ടിലാക്കി. സ്കൂളില്ല, വെക്കേഷനാണ്, മദ്രസയില്ല, അറുന്നോമ്പല്ലാതെ തുറക്കില്ല. അവൾക്കാട്ടെ ഏട്ടത്തിനെയും അഞ്ചത്തിനെയൊക്കെ കിട്ടിയ സന്തോഷമാണ്. എന്നാൽ ഞാൻ 2 ദിവസം ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് അവൻ പോയതാണ്. ചങ്ങാതിൻ്റെ കൂടെ പോയതാണ്, അല്ലെങ്കിൽ ചങ്ങാതിമാരെ സെറ്റിൽ പോയതാണ്. അങ്ങനെ പോയി, ഊട്ടി പോയി, വെല്ലിംഗ്ടൺ പോയി, അങ്ങനെ മല കയറിപ്പോയി. അവിടെ ഏതോ റിസോർട്ടിൽ, പ്രകൃതി രമണീയമായ റിസോർട്ടിൽ ആളാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് ഇന്ന് ജുമാ ഇല്ല. എന്തേ? ജുമാക്ക് ഇവിടെ പരിസരത്തൊന്നും ജുമാഅത്ത് പള്ളിയില്ല. അതിനൊരു വല്ലാത്തൊരു ദുഃഖവുമില്ല. എന്തുകൊണ്ട്? എന്താ ദുഃഖമില്ലാത്ത? എല്ലാം അവൻ അള്ളാഹിനോട് മാപ്പ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ചെറിയൊരു തെറ്റൊക്കെ വരാലോ. ഇന്നോന് ജുമാ ഇല്ല, അവനെന്നത് ഒരു സംഘാണ്. എത്രയോ അവനുമാർക്ക് ഇന്ന് ജുമാ ഇല്ല. പള്ളിയില്ല, ജുമാ ഇല്ല, ഒന്നുമില്ല. അതിനൊരു വിഷമവും ഇല്ല. എന്തുകൊണ്ട്? മിനിഞ്ഞാന്ന് വരെ കരഞ്ഞതിന് കണക്കില്ല, മിനിഞ്ഞാന്ന് വരെ ദുഃഖിച്ചതിന് കണക്കില്ല. അപ്പോൾ പിന്നെ ഇന്നൊരു ജുമാ പോയതിനൊരു വിഷമവും ഇല്ല. അവൻ ഭയപ്പെട്ടത് നരകത്തെയാ, അവൻ കൊതിച്ചത് സ്വർഗത്തെയാ. അവിടെ വിഷയം. നരകത്തെ ഭയപ്പെട്ടവരെല്ലാം ഇപ്പോൾ തെറ്റ് തുടങ്ങിയിട്ടുണ്ടോ? കാരണം നരകം പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞു റമദാൻ അവസാനത്തോടുകൂടി. തെറ്റ് തുടങ്ങാലോ. ഇതൊരു 4ാം ക്ലാസ് വഴിപ്പെടുക. അത് ഈമാന്റെ ഹലാവ അതിലില്ല. ഈമാൻ മഹബത്താണ്, ഇത് ഖൗഫാണ്.
ഖൗഫ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്താവുന്ന ഒരു സ്റ്റേജ്. വലിയ ഉദ്യോഗസ്ഥനാകണമെന്ന് കുട്ടിക്കാലം മുതലേ ആഗ്രഹം ഒരു കുട്ടിക്ക്. അവൻ പാഠം പഠിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഒരു കുട്ടിക്ക് ഉദ്യോഗസ്ഥനാണെന്നൊന്നുമില്ല, പഠിക്കാൻ പറഞ്ഞയച്ചതുകൊണ്ട് പഠിക്കണം. ഈ രണ്ട് കുട്ടികൾക്കിടയിലെ വ്യത്യാസം എന്താണ്? ശ്രദ്ധിക്കണേ. ഒരു കുട്ടിക്ക് വലിയ ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ പഠിക്കണം. പഠനവന് അത്ര ഇഷ്ടം. എന്തുകൊണ്ട്? അവന് വലിയൊരു കലക്ടറാകണം. രണ്ടാമത്തെ അവൻ ചെറ്റപ്പൊരിയണ വരുന്നത്. ഉമ്മ പറഞ്ഞിട്ടുണ്ട് കലക്ടറായി കാണാൻ എനിക്ക്. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. മന ഓർക്കുമ്പോഴത്തിന് പാഠപുസ്തകത്തിലേക്ക് കരിയും. എൻ്റെ ഉമ്മാടെ ആഗ്രഹം ഞാൻ കലക്ടറാകലാണ്. അവൻ രാവും പഠിക്കും. എന്തുകൊണ്ട്? അവന് കലക്ടറാണ്. അവന് വടിയില്ല, അവന് വടിയുടെ ആവശ്യവും ഇല്ല. അവന്റെ മുന്നിൽ വടിയെടുക്കൽ പോലും മാഷിക്ക് ലജ്ജയാണ്. എന്തുകൊണ്ട്? ഞാനൊരു വടിയെടുക്കുന്നവനാണെന്ന് അവൻ അറിയാൻ പാടില്ല. രണ്ടാമത്തൊരുത്തന് അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല, പ്രതീക്ഷകളുമില്ല, ലക്ഷ്യവുമില്ല. അപ്പോൾ ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ ഉഴപ്പുമ്പോൾ പഠിക്കലിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപകരണമാണ് വടി. വടി ഒരു അടിസ്ഥാന ഉപകരണമല്ല. ഇതാണ് നരകം. നരകം ഒരു അടിസ്ഥാന ആവശ്യമല്ല. പക്ഷെ ചിലർ ഉഴപ്പുമ്പോൾ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപകരണമാണ് എന്ത്? നരകം. നരകം ഒരു അടിസ്ഥാന ആവശ്യമാണോ? അല്ല. അല്ലാഹു തആലക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കാലോ. നരകം കൊടുക്കാം എന്ന് പറഞ്ഞ് പുറത്തു കൊടുക്കാൻ. നരകം ഒരു അടിസ്ഥാന ആവശ്യമല്ല. എല്ലാ സ്കൂളുകളിലും ചൂരൽ ഉണ്ടാകൽ നിർബന്ധമുണ്ടോ? ചൂരൽ ഉഴപ്പുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. ചിലർ ചൂരലുമ്മലും മടങ്ങൂല, മോനെ പിന്നെ പുറത്താക്കും. അടി കിട്ടി അവന് തോലിൻ്റെ അവിടെ ഒരു മരവിപ്പ് വാങ്ങിക്കും. പിന്നെ അവൻ പഠിക്കുകയില്ല. പിന്നെ ചൂരലൊക്കെ ഒരു തമാശയാണ്. അപ്പോൾ പിന്നെ ഒരു വഴിയുള്ളൂ, എന്ത്? പുറത്താക്കുക. എന്നാൽ മറ്റേയാൾക്ക് ഇതൊന്നും ബാധകമല്ല. റമദാൻ അവസാനിക്കുന്നത് വരെ തറാവീഹ് നിസ്കരിച്ചു. എല്ലാ നല്ല കാര്യം ചെയ്തവൻ ഇപ്പോൾ തെറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. 10,000 ലക്ഷങ്ങൾ. എന്തുകൊണ്ട് അവർ ഭയപ്പെട്ടത്? നരകത്തെയാണ്. നരകം ഒഴിവായി എന്നാണ് അവരുടെ പ്രതീക്ഷ. അതേ സമയത്തോ രണ്ടാമത്തെ ആൾ, അതായത് ഒന്നാമത്തെ ആൾ, അയാൾക്ക് നരകം പ്രശ്നമില്ല. എന്നാ പ്രശ്നമല്ലേ? പ്രശ്നമാണ്. എന്നാ വിട്ട് പ്രശ്നമല്ല. അല്ലാഹു ഇവന് തമ്മിലൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ഇവന്റെ മാനദണ്ഡം. എങ്കിൽ തെറ്റയില്ല. ഇതാണ് വിഷയം. അപ്പൊ നന്നാകൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. ബഹുമാനപ്പെട്ട അബൂൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വരി ഞാൻ ഇന്ന് നിങ്ങൾക്ക് വായിക്കാം. വായിച്ച ഒരു മഹാൻ പറഞ്ഞു, മുൻദു 20 സന, 20 കൊല്ലമായി, മാ ഖതറ അലാ ഖൽബി ശൈഉൻ സിവല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ ഒന്നും 20 കൊല്ലമായി വന്നിട്ടേയില്ല. അപ്പോൾ അയാൾക്ക് പ്രശ്നം എന്താ? അല്ലാഹു ആണ്. സ്വർഗം വന്നിട്ടില്ല, നരകം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. എന്തു മാത്രം? അല്ലാഹു മാത്രം. നരകം വന്നിട്ടില്ല, നരകമില്ല, ഒന്നും വന്നിട്ടില്ല. അല്ലാഹ് 20 കൊല്ലമായി
മാ ഖതറ അലാ ഖൽബി ശൈഉൻ സിവല്ലാഹ്. ഔലിയാക്കളിൽ ചിലർ പറഞ്ഞു, എന്റെ കൽബിൽ 20 കൊല്ലമായി അള്ളാഹു അല്ലാതെ ഒരാളും വന്നിട്ടേയില്ല. കൽബ് നിറയെ അള്ളാഹു. അതാണ് ഈമാൻ. അള്ളാഹു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ. അങ്ങനെ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കയറിയിരിക്കില്ല, ലേശം കയറിയിരിക്കും. ഇങ്ങനൊരു പ്രശ്നം വരും. ഭാര്യക്ക് വീടി വലിക്കുന്നത് ഇഷ്ടമില്ല. ഭാര്യക്ക് ഇഷ്ടമില്ല. വീടി വലിച്ച് ഊതുന്നത് ഭാര്യക്ക് ഇഷ്ടമില്ല. രണ്ടാൾക്ക് ഭാര്യയുണ്ട്. ഇയാൾക്കും ഭാര്യയുണ്ട്, മറ്റേക്കും ഭാര്യയുണ്ട്. എക്ക് ഭാര്യയുണ്ട്, ബിക്ക് ഭാര്യയുണ്ട്. ഈ രണ്ട് ഭാര്യമാർക്കും വീട് ഇരിക്കുന്ന ഇഷ്ടമല്ല. വീടിന്റെ വാസന ഇഷ്ടമല്ല. ഒരാള് കല്യാണം കഴിച്ചു, ഭാര്യ കൊണ്ടുള്ള സുഖവും അവൻ അനുഭവിക്കുന്നു. ഭക്ഷണം അവൾ ഉണ്ടാക്കി കൊടുക്കുന്നു, വസ്ത്രം അലക്കി കൊടുക്കുന്നു, ഇസ്തിരി ചെയ്ത് കൊടുക്കുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു, തെങ്ങിൽ തേങ്ങ വീണാൽ എടുത്തു വെക്കുന്നു, കാര്യങ്ങളൊക്കെ വൃത്തിയായി, വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു. രാത്രിയായാൽ വാതിലടച്ച് ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഉള്ള ആവശ്യങ്ങളൊക്കെ ഇയാൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി വേറൊരു പെണ്ണെട്ടുന്നതിന് ഇയാൾക്ക് വിരോധമില്ല. പക്ഷെ വേറൊരു പെണ്ണെട്ടാൻ ഇപ്പൊ തൽക്കാലം ഇയാളെ കയ്യിൽ പൈസ ഇല്ല. വീടിന്റെ വാസന കൊണ്ടാൽ പിണങ്ങിപ്പോവും ഒരാൾ. മനസ്സിലായില്ല? ഒരാളുണ്ട്, രണ്ടാളെ ഭാര്യമാർക്കും വീട് വലിയ വാസന കേട്ട തലവേദനയാണ്. അയാൾക്ക് എന്താ വിഷയം? അയാള് ഇനിയിപ്പോ ഒരു മയറ് കൊടുക്കാൻ അയാളെ കയ്യിൽ പൈസ ഇല്ല. ഇവളെന്നെ നിർബന്ധമൊന്നുമില്ല, ഒരു പെണ്ണുണ്ടാണെന്നേ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പോ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിനും വേണം പൊന്നിന് 50,000 കൊടുക്കേണ്ട ഒരു കാലത്ത് 10 പവൻ പൊന്നിന് 5 ലക്ഷം റുപ്യാണ്. അങ്ങനെ പലതും. ഇനിയിപ്പോ മനസ്സിലായില്ലേ? ഇവൾ പിണങ്ങി പോവാണെങ്കിൽ ആകെ അയാൾ മുടങ്ങും. അയാൾക്ക് വസ്ത്രം ഇറക്കാൻ ആളില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല, തെങ്ങിന് തേങ്ങ വീണാൽ പറമ്പെന്ന് എടുത്തുകൊണ്ടെന്നില്ലെങ്കിൽ അയൽവാസി കള്ളന്മാരുണ്ടോ, അത് എടുത്തു വെക്കാനും ആളില്ല, പയ്യനെ തീറ്റ കൊടുക്കാൻ ആളില്ല, ആടിന് വെള്ളം കൊടുക്കാൻ ആളില്ല, കറന്ന് കൊണ്ടുവന്നിട്ട് കൃത്യമായി ഇയാൾക്ക് മേശപ്പുറത്ത് ചൂടുപാട് കൊടുക്കാൻ ആളില്ല. ഇനി ആളിന് ഇയാൾക്ക് വിരോധമല്ലേ? പക്ഷെ വേറൊരാളെ കൂട്ടിക്കൊണ്ടിറങ്ങി ഇനിയും കല്യാണമൊക്കെ അടക്കുമ്പോൾ ഒരു 10-20 ലക്ഷം ചെലവാ, അതിന് പോയിട്ട് പൈസയില്ല. അപ്പോൾ ഇവൾ പിണങ്ങിപ്പോയാൽ ഇയാൾക്ക് പ്രശ്നം. അതുകൊണ്ട് ഇയാൾ വീഡിയോ വലിക്കൂല. ഒരാൾ. രണ്ടാമത്തെ ആൾ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ എത്രയാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അതിരാവിലെ അയാൾ എണീക്കും. എന്തുകൊണ്ട്? തീയിൽ ഞാൻ നിന്നോട്ടെ, അവളെ മുഖം വാടണ്ട. ഇയാൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അയാള് പിന്നെ വെള്ളം ചൂടാക്കി, ചോറുണ്ടാക്കി, അത് ഇത് എല്ലാം പരിപ്പിന്റെ കറി വെച്ച്, മീൻ പൊരിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് വെക്കുക. എല്ലാം ക്ലിയറാണ്. ഇജ് അടുപ്പത്ത് വരണ്ട. എന്തുകൊണ്ട്? എന്റെ മുഖം പുകയിൽ വാടുന്ന എനിക്കിഷ്ടല്ലേ. എല്ലാ കാര്യവും
അവളെ വസ്ത്രം അടക്കം ഇയാള് അലക്കി കൊടുക്കും. എന്തുകൊണ്ട് 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 അത്ര ഇഷ്ടാണ്. നിന്റെ കൈന്മേൽ ഈ സോപ്പിന്റെ പതയാവണ്ട, അത് നല്ലല്ല, അത്ര ഇഷ്ടം. ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ സുഖത്തിന് വേണ്ടി അവൾ ഉപയോഗപ്പെടുത്തപ്പെടുമ്പോൾ പോലും അയാൾക്ക് വിഷമാണ്. എന്തുകൊണ്ട്? അവൾക്ക് വിഷമം എന്നെ കൊണ്ടുണ്ടാവരുത്. അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവളിലേക്ക് അയാൾ ചേരൂ. കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ബീഡിവാസനം വെളുക്കും വിഷമാണ്. ഇയാളും ബീഡി എടുക്കൂല. പക്ഷെ ഈ രണ്ടാൾക്കിടയിൽ വ്യത്യാസമുണ്ടോ? എന്താ? ഞാൻ ബീഡി വലിക്കണ ഓക്ക് ഇഷ്ടല്ല, മറ്റൊക്കെ ബീഡിന്റെ വാസന ഇഷ്ടല്ല. ഇവൾക്ക് ഞാൻ ബീഡി വലിക്കണ ഇഷ്ടല്ല. ഫലത്തിൽ രണ്ടാൾക്കും ബീഡി വാസന ഇഷ്ടല്ല. ഒരാൾക്ക് ബീഡി വാസന ഇഷ്ടല്ല, ഒരാൾക്ക് ഇയാൾ ബീഡി വലിക്കുന്നതും ഇഷ്ടല്ല. രണ്ടാണ്. ഈ രണ്ടാളുകൾക്കിടയിൽ രണ്ട് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക. എന്താണ്? ഒന്നാമത്തവന്റെ ഭാര്യ ഒരു 3 ദിവസത്തിന് വിരുന്നു പോയാൽ വലിയോട് വലിയ ചെയിൻ സ്മോക്കർ. എന്ത് 3 ദിവസം നമുക്കത് വലിക്കാൻ കിട്ടണം. എന്താണ് ഇങ്ങനെ ഊതുന്നത്? നല്ല എനിക്ക് ആകെ കിട്ടണം ദിവസം. എന്താ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഓലക്കോലോ ചവിട്ടിയാ തരും. തലക്കിത് കൊടുക്കണം. ഇവൻ വലിച്ചിരിക്കും, ഓൻ വലി നിർത്തന്നല്ല. ഇടക്കിടക്കും പിന്നെയും വലിക്കും ഉള്ള സമയത്തും. എന്നിട്ട് ഓൻ പാൻ പരാക്കും മറ്റോ തിന്നിട്ട് വലിച്ചു. മുട്ടായി തിന്നു, ചോക്ലേറ്റ്. എന്നിട്ട് ഞങ്ങളൊരു വാസന എന്തോ ഒരു എനിക്ക് എന്താണ് ഈ വാസന എന്ന് പിടുത്തം കിട്ടുന്നില്ലല്ലോ. വീടിന്റെ വാസനയാ, അതിന് കൂടി ചോക്ലേറ്റ് കയറ്റിയതാ. അപ്പോ എന്ത് പറയും? പ്രത്യേകതരം ചോക്ലേറ്റാ. രണ്ടാമത്തെ ആളോ മറ്റേയാളോ രണ്ടാമത്തെ ആളോ. അതായത് ഇയാളെ പ്രശ്നം എന്താ? ഇയാളെ പ്രശ്നം ഇവളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിന് പരിഹാരമില്ലായ്മ. ഒന്നാമത്തെ ആളെ പ്രശ്നം ഇവളെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നത്തിന് പരിഹാരമില്ലായ്മ. എന്താ ഇവളെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം? ഇവള് പണങ്ങി പോവാ. ആ പ്രശ്നത്തിന് പരിഹാരമില്ല. തൽക്കാലം എന്താ പരിഹാരം? 20 ലക്ഷം നീ ഉണ്ടാക്കണം. അപ്പല്ല, കഞ്ഞിയും ചോറും വെച്ച് കൊടുക്കണം. അതിന് വേറെ പരിഹാരമില്ല. തൊടിയിൽ വീണ് തേങ്ങ എടുക്കണം. അതിന് വേറെ പരിഹാരമില്ല. ആ പരിഹാരമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയത്തിൽ നിന്നാണ് ഇയാൾ വീഡിയോ എടുക്കാതിരിക്കുന്നത്. എന്നാലും സൗകര്യം കിട്ടിയവരും. രണ്ടാമത്തെ ആൾക്ക് പ്രശ്നങ്ങളെ വിളക്കൊണ്ടില്ല. ഇവള് പണങ്ങി പോയേക്കാം, പക്ഷെ ഇവള് പണങ്ങി പോകുന്നത് ഇയാളെ ചിന്തയിലില്ല. എന്നാൽ ഇയാൾ വീട്ടിൽ വലിക്കുകയില്ല. എന്തുകൊണ്ട്? ഓൾക്കത് ഇഷ്ടമില്ല. അങ്ങനെ അവൾ മനസ്സിലായില്ല, ഒരു വൈറൽ പനി ബാധിച്ചോൾ മരിച്ചു. രണ്ടാമത്തെ ആളെ ഭാര്യ മരിച്ചു. മരിച്ചല്ലോ. ഇനി ഓൾ ഈ ദുനിയാവിലേക്ക് വരുമോ? ഇല്ല. പിന്നെ അയാൾ 30-40 കൊല്ലം ജീവിച്ചു. ഒരു ബീഡി ഇങ്ങനെ വെച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഓക്കത് ഇഷ്ടല്ല. ഒളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? അവൾക്കത് ഇഷ്ടല്ല, അതുകൊണ്ട് ഇനി വേണ്ട. പിന്നെ വേറൊരു പെണ്ണിനെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു. അവൾക്ക് വീടിയൊന്നും പ്രശ്നമല്ല, എന്നാലും ഇയാൾ വീട് നിൽക്കില്ല. എന്തുകൊണ്ട്? അവൾക്കത് ഇഷ്ടമില്ല. അവളാണ് എൻ്റെ മഹബൂബാണ്. ശരി, തിരിച്ചു വരും. ഇതാ അഹ്ബബ്ത റബ്ബക ലം തസ്തഅമിൽ ജവാരിഹക ഇല്ലാ ഹുവ യുഹിബ്ബു ഇല്ലാ ഫീമാ ഹുവ യുഹിബ്ബു. നീ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ഇഷ്ടമില്ലാത്തൊരു കാര്യം നിന്റെ അവയവം കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ നരകൊരു വിഷയം തന്നെയല്ല. ആ അവസ്ഥയിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടോ? ഇപ്പം ഈമാനെത്തി ഇല്ലേ? എത്തിയിട്ടില്ല. ഇപ്പോൾ നരകത്തിനോട് കിടക്കുക, തിരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാലും എനിക്കറിയില്ല.
നമ്മളിപ്പോൾ എന്താ, നമുക്ക് പല കാര്യം ചെയ്യണമെന്നുണ്ട്, എന്താ ചെയ്യാത്തത്? നരകം. അപ്പൊ നമ്മളെ ഭയത്തുമല നിൽക്കണം. എന്തിന്റെ ഭയം? നരകത്തിന്റെ ഭയം, സ്വർഗത്തിന്റെ ആഗ്രഹം. അത് രണ്ടിനും ഒഴിവാക്കളി, അതിന്റെ അപ്പുറത്തേക്ക് കയറി. എന്തേ? നീ ഒന്നും ചെയ്യൂല, ചെയ്യലല്ല. എന്തുകൊണ്ട്? നിന്റെ മെഹബൂബിന് അത് ഇഷ്ടല്ല. ഈ രണ്ടാളും ഫ്രണ്ടാ. ഈ രണ്ടാളും, ഇവൻ ഭാര്യയെ പേടിച്ച് പേടി വലിക്കുന്നില്ല, ഇവൻ ഭാര്യയെ സ്നേഹിച്ച് പേടി വലിക്കുന്നില്ല. ഭാര്യയെ പേടിച്ച് പേടി വലിക്കാതിരിക്കുന്നവൻ ഭാര്യ വിരുന്നു പോകുന്ന സമയത്ത് രണ്ടാളൊപ്പം ഇരിക്കുമ്പോൾ പഴമാട്ടം വന്ന് എന്ത് ചെയ്യും? സിഗരറ്റ് പാക്ക് എടുത്ത് വലിക്കും. അപ്പൊ മറ്റോ ചോദിക്കും, മരിച്ചെന്താ വലിക്കുന്നത്? ഒളിഞ്ഞു വരാൻ ഒരാഴ്ച എടുക്കും. എന്താ വലിച്ചാൽ? അപ്പൊ മറ്റേ പറയും, നിന്റെ ഒക്കെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ അത്ര എൻ്റെ ഭാര്യക്ക് അത് ഇഷ്ടമല്ലാതെ ഇത് വലിക്കുക. ഭാര്യ ഒരാഴ്ചക്ക് വിരുന്നു പോയ സ്ഥിതിക്ക് ഇപ്പം വലിക്കും. ഇപ്പം മരിച്ചോ, ഭാര്യ മരിച്ചോയാലും പേടി എടുക്കും. എന്തുകൊണ്ട്? എന്റെ കുഞ്ഞാക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എന്റെ പെണ്ണിനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഓള് മരിച്ചില്ലേ, മരിച്ചാലും ഓക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓൾക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല. അതിഷ്ടമാണ്, ഇത് പേടിയാണ്. എന്തിനിഷ്ടം? എന്തിനാണിഷ്ടം? എന്തിനിഷ്ടം? എന്തിനിഷ്ടം? എന്തിനാണിഷ്ടം? ഓൾ ഉണ്ടാക്കി തന്ന കറിയോ? ഓൾ ഉണ്ടാക്കി തന്ന കറിയായാൽ ഓൾ മരിച്ച ചെയ്യലൂടെ ഒന്നിയാ വൃത്തിയത്. ഓൾ ഉണ്ടാക്കി തന്ന കറിയല്ല ഇഷ്ടം, ഓളെ ഇഷ്ടം. ഇതന്നെ അവിടേക്ക് എത്തിയോ? രക്ഷപ്പെട്ടു. അപ്പൊ ഈ മഹബത്തില, ഈമാനില്ല. ഈമാൻ മഹബത്ത. ഇല്ലെങ്കിൽ ഒന്നി പറഞ്ഞു തരും, ഈമാൻ ഹൗഫല്ല. ഈമാനിൽ ഹൗഫ് ഉണ്ടാവും. ഈമാൻ എന്നാൽ മഹബത്ത, അള്ളാഹിനോടുള്ള ഇഷ്ടം. അള്ളാഹു മരിച്ചു പോകാൻ എന്നാൽ സങ്കല്പനല്ല. അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യൂല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല, ഞാൻ വിചാരിക്കൂല. എന്തേ? അള്ളാഹ്ക്കത് ഇഷ്ടമല്ല. ഞാൻ കള്ളുടിക്കൂല. എന്തേ? അള്ളാഹ്ക്കത് ഇഷ്ടമല്ല, എനിക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കും. എന്തേ? നിസ്കരിക്കാതെ, നേരത്തെ നിസ്കരിക്കാതിരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. സ്വർഗല്ല, സ്വർഗല്ല. ഇതാ അഹ്ബബ്ത റബ്ബക്, നീ നിന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടാൽ, ലം തസ്തഅമിൽ ജവാരിഹക് ഫിമാ യുഹിബ്ബുഹു, അല്ലാഹു ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്റെ അവയവത്തെ നീ ഉപയോഗപ്പെടുത്തില്ല. എപ്പോൾ? നീ അല്ലാഹുവിനെ പറ കുട്ടി, പറ കേറി വാ. ഇതാ അഹ്ബബ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടാൽ, ലം തസ്തഅമിൽ ജവാരിഹക, നിന്റെ അവയവങ്ങളെ നീ ഉപയോഗപ്പെടുത്തുകയില്ല. ഇല്ലാ ബിമാ യുഹിബ്ബുഹു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഷയത്തിലല്ലാതെ. എന്റെ അല്ലാഹുവിനെ നിനക്ക് ഇഷ്ടാണ്, അതാണ് ഈമാൻ. അതാണ് ഈമാൻ, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അവിടേക്ക് എത്തിയോ? അതാണ് ഈമാൻ. അവിടേക്ക് എത്തിയോ? അതാണ് ഈമാൻ. അതന്നെ ഈമാൻ. അല്ലാത്തവൻ ഉമ്രക്ക് പോയാലും തെറ്റ് ചെയ്യും. ഉമ്രക്ക് പോയാൽ ഒന്നുകൂടി തെറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കരഞ്ഞ് തൗബ ചെയ്യാം. ഏറ്റവും പറ്റിയ സ്ഥലം അവിടെ തന്നെ ഉണ്ടല്ലോ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉമ്രക്ക് പോയാൽ തെറ്റ് ചെയ്യും. തെറ്റിന്റെ സൗകര്യത്തിൽ ഉമ്രക്ക് പോവും. അങ്ങനെയുള്ളവരെയും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊരു വലിയ സംഭവമാണ്. തെറ്റ് ചെയ്യും. എത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കത്ത് പോയി തെറ്റ് ചെയ്യും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മക്കത്ത് പോയി വ്യഭിചരിക്കും. എന്നാൽ വ്യഭിചരിക്കപ്പെട്ട പെണ്ണും വ്യഭിചരിച്ച ആണും മക്കത്ത് തന്നെ തൗബ ചെയ്ത് കരഞ്ഞ് വിദായിനെ തവാഫ് ചെയ്ത് പോരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്?
മക്തൂബ ചെയ്യാവുന്ന കൊണ്ടല്ലേ മക്കത്തല്ലേ. ഉദാഹരണം പറഞ്ഞു കൂട്ടിക്കളി. അതിനപ്പുറത്തെ വിവരം എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും പരസ്യമാക്കുന്നതിൽ ഖൈറില്ലാത്തതുകൊണ്ട് പറയാതിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതും ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എന്താ വലിയ പ്രശ്നം? ഇവർക്ക് പേടിയാണ്. എന്തിനെ? നരകത്തിനെ പേടിണ്ട്. മക്കത്തും തെറ്റിയും ഇത് അവിടെ നിന്നും കാര്യം. എന്നാലോ ഭാര്യ മരിച്ചാൽ പിടിക്കൂല. എന്തേ? എൻ്റെ ഓക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓൾ മരിച്ചിരങ്ങായി. മരിച്ചാലും എനിക്കോളെ മറക്കാൻ കഴിയില്ല. അതാണ് ഒരു മഹാൻ പറഞ്ഞത്. 20 കൊല്ലമായിട്ട് എൻ്റെ കൽബിൽ ആരുമില്ല. ആരേ ഉള്ളൂ? എൻ്റെ മെഹബൂബാണ്. അതാരാ? എൻ്റെ പ്രേമവാചനാണ്. അതാരാ? എൻ്റെ റബ്ബാണ്. ഓൻ മരിക്കൂലല്ലോ. ഓൻ എന്നെ നോക്കാതിരിക്കില്ല. ഓൻ സദാസമയം എന്നെ നോക്കുകയാണ്. പിന്നെങ്ങനെ? ഇവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. എന്താ കാരണം? പ്രേമം. ആരോട്? അതാണ് ഈമാൻ. അതാണ് ഈമാൻ.